എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമുക്ക് ചുറ്റും പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു തട്ടിപ്പിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ആ തട്ടിപ്പ് എങ്ങനെ പോസിബിൾ ആകും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങളൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കുക. നിങ്ങളുടെ സബ്സ്ക്രൈബ് ഛേദമില്ലാത്തൊരു ഉപകാരമാണ്. ഈ മുഖം ഇടയ്ക്ക് കാണണം എന്നൊരു പോരായ്മ മാത്രമേ നിങ്ങൾക്ക് വരത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇതൊരു പുതിയ ചാനലാണ്. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ ഒരു സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇനി നമ്മളുടെ വിഷയത്തിലേക്ക് വരുമ്പോഴത്തേനും ഏഷ്യാനെറ്റ് ന്യൂസിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കാണുകയുണ്ടായി. അതായത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ ബാങ്ക് മാനേജർ കുറേ ആളുകളുടെ സ്വർണം തട്ടിയെടുത്തു എന്നൊരു ന്യൂസാണ് കണ്ടത്. അപ്പം ഞാൻ അതിൻ്റെ വിശകലനത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരൂ. കാര്യം ഇയാള് ഈ ബാങ്കിൽ 50 പവനിൽ കൂടുതലായിട്ട് സ്വർണ്ണം പണയം വെച്ച അക്കൗണ്ടുകളെ ലക്ഷ്യമാക്കിയാണ് ഈ തട്ടിപ്പ് നടത്തിയത്. അത്തരത്തിൽ 46 അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ 26.250 കിലോഗ്രാം സ്വർണ്ണം ഇദ്ദേഹം തട്ടിയെടുത്തത്. അതിന് പകരമായിട്ടാണ് ഉപ്പ് കൊണ്ട് വെച്ചത്. ഈ ബാങ്കിൽ 3 മാസം കൂടുന്ന സമയത്ത് അപ്രൈസൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ആ പരിശോധന നടത്തേണ്ട ചുമതല ബ്രാഞ്ച് മാനേജർക്കാണ്. കഴിഞ്ഞ 3 വർഷവും ബ്രാഞ്ച് മാനേജറായിട്ടിരുന്നത് ഈ മധു ജയരാജ് തന്നെയായിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു അപ്രൈസൽ ഓഫീസറായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഈ തട്ടിപ്പ് നടത്തിയിട്ട് അദ്ദേഹം തന്നെ അതിൽ യഥാർത്ഥ സ്വർണ്ണം എന്നുള്ള റിപ്പോർട്ട് നൽകുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞ മാസമാണ് പുതിയ മാനേജർ ഇർഷാദ് വന്നത്. ഇർഷാദ് നടത്തിയ അപ്രൈസൽ പരിശോധനയിലാണ് 2-3 ഉരുപ്പടികളിൽ സംശയം തോന്നുകയും അതേ തുടർന്ന് മുഴുവൻ സ്വർണ്ണം എടുത്തുകൊണ്ട് പരിശോധന നടത്തുകയും ചെയ്ത സമയത്താണ് ഈ 26.4 കിലോ മുക്ക് പണ്ടങ്ങൾ കണ്ടെത്തുന്നത്. ഇത്രത്തോളം സ്വർണ്ണം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടത് പിന്നീടുള്ള പരിശോധന മനസ്സിലാവുകയും ചെയ്തു. അതേ തുടർന്നാണ് ബാങ്കിനെ അറിയിക്കുകയും പിന്നീട് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ബാങ്കിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ ഈ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ബ്രാഞ്ചിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസമാണ് നേരത്തെ ബ്രാഞ്ച് മാനേജറായിരുന്ന മധു ജയരാജനെ പാലാരോട്ടം ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അദ്ദേഹം അവിടെ ഇതുവരെ ചുമതല ഏറ്റെടുത്തില്ല. ഈ തട്ടിപ്പ് അറിഞ്ഞ ഉടനെ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഇവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഫോൺ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട പരിശോധന. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ പണം അല്ലെങ്കിൽ ഈ സ്വർണ്ണം എന്താണ് ചെയ്തത് എന്നുള്ളതിൽ ഇതുവരെ ഒരു വ്യക്തത പോലീസ് വരുത്താൻ കഴിഞ്ഞിട്ടില്ല. 46 അക്കൗണ്ടുകളിലാണ് ഈ തട്ടിപ്പ് നടന്നത്. ഈ 46 അക്കൗണ്ടുകളും ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടുകളാണ്, ഏറ്റവും കൂടുതൽ പണയം നടന്ന അക്കൗണ്ടുകളാണ്. പക്ഷേ ഇവരാരും തന്നെ പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചിട്ടില്ല. പി ജി, അപ്പം നിങ്ങളെല്ലാം ഈ വാർത്ത കണ്ടിട്ടുണ്ടായല്ലോ. ഈ വാർത്ത കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വർണ്ണങ്ങളൊക്കെ പണയം വെക്കുന്നത് എത്ര ശതമാനം സേഫ് ആണെന്നുള്ളൊരു ചോദ്യമാണ് നമുക്കിതിനകത്ത് വരുന്നത്. ഇനി സാധാരണ ജനങ്ങൾക്ക്, നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് അറിയാത്ത ബാങ്കിൽ മാത്രം നടന്നു വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമ്മൾ നിരവധി സിനിമയിൽ കാണുന്നതാണ് ബാങ്ക് കയറി സിമ്പിളായിട്ട് കൊള്ളയടിച്ചുകൊണ്ട് വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അത് നടക്കില്ല. ഒന്ന്, ബാങ്കുകൾ ഫുള്ള് സെൻസർ ആയിരിക്കും. 2, ബാങ്ക് മെയിനായിട്ട് നമ്മൾ തുറന്ന് അകത്ത് കയറുമ്പോഴത്തേനും അതിനകത്ത് റൂം ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ഈ ലോക്കറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നമ്മളുകൊണ്ട് സ്വർണ്ണമൊക്കെ ലോക്കർ വെക്കുമല്ലോ. ലോക്കർ വെക്കുന്നതിനോടനുബന്ധിച്ച് ഇവരുടെ ഒരു വോൾട്ട് റൂം ഉണ്ടാവും ബാങ്കുകളുടെ. ഈ വോൾട്ട് റൂമിനകത്താണ് ബാങ്കുകൾ പണവും നമ്മൾ ഈ പണയം എടുക്കുന്ന സ്വർണ്ണങ്ങളും സൂക്ഷിക്കുക. ഈ ലോക്കറിനകത്ത് എനിക്കിപ്പോൾ സ്വർണ്ണം വെക്കണം, എനിക്കിപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻ്റ് വെക്കണം, ഞാൻ ഒരു കസ്റ്റമർ ആണെങ്കിൽ വെക്കാം. പക്ഷേ ഈ വോൾട്ടിനകത്താണ് നമ്മൾ ബാങ്കിൽ വരുന്ന പണവും കസ്റ്റമർ എന്തെങ്കിലും സാധനം പണയം വെക്കുന്നതും ഒക്കെ വെക്കുന്നത്. അപ്പോൾ ഈ ലോക്കറിലേക്ക് കയറുന്ന റൂമിലേക്ക് കയറണമെങ്കിൽ തന്നെ ഒരു സ്റ്റാഫ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൽ ഒരു ടെല്ലർ എന്ന് പറയുന്ന സ്റ്റാഫ് ഉണ്ട്. അതായത് നമ്മൾ ഈ ചില്ലൂട്ടിരുന്ന് ക്യാഷ് ഇടുന്ന ആൾ, ആ ആളുടെ കയ്യിൽ ഒരു കീ ഉണ്ടാകും, ആ ആൾ തുറക്കണം. അതേപോലെ തന്നെ ആ ഓപ്പറേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ BM ഒരു കീ ഉണ്ടാകും, BM തുറക്കണം. 2 പേരും തുറന്നെങ്കിൽ മാത്രമേ ഈ ഡോർ ഓപ്പൺ ആവും. ഇതുപോലെയാണ് ഈ ഡോറും. ഇതിനുശേഷം നമ്മൾ ഈ വോൾട്ടിലേക്ക് കയറുന്ന ഡോറും ഇങ്ങനെ തന്നെയാണ്. വോൾട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് സൂക്ഷിച്ച് വെക്കുന്നത് വളരെ സേഫ്റ്റി ലോക്കായിട്ടുള്ള ഒരു അലമാരയിലാണ്. സേഫ്റ്റി ലോക്ക് അല്ലെങ്കിൽ പോലും ഒരു അലമാരയിലായിരിക്കും ഇത് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഷെൽഫിലായിരിക്കും കീപ്പ് ചെയ്യുക. അതിൻ്റെ ലോക്കും ഇതിനോട് സമാന്തരമായിരിക്കും. ആദ്യം 2 പേരുടെ കയ്യിൽ കീ കാണും. സിംഗിൾ ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോക്കുകളൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. 2 പേരുടെ കയ്യിലും കീ കാണും. ആദ്യം ഈ ടെല്ലറോ അല്ലെങ്കിൽ ആരാണോ കീ ഹോൾഡ് ചെയ്യുന്ന അവർ തുറക്കണം. അതിനുശേഷം ഓപ്പറേഷൻ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ BM തുറക്കണം. എന്നെങ്കിൽ മാത്രമേ ഈ അലമാര തുറക്കാൻ സാധിക്കും. ഇത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബാങ്കുകളിലെല്ലാം ഫോർട്ട്നൈറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. അതായത് 15 ദിവസം കൂടുമ്പോഴത്തേനും നിരവധി കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ക്യാഷ് വരികയും പോവുകയൊക്കെ ചെയ്ത് ക്യാഷ് ഡീലിങ്സ് ഉണ്ടാകുന്ന ലിക്വിഡ് ക്യാഷ് ആ ബാങ്കിൽ കുറേ കാണും. ശേഷം പണയം എടുക്കുന്ന സ്വർണ്ണം കുറേ കാണും. ഈ പണയവും പൈസയും കൃത്യമായി അവിടെ ഉണ്ടോ? ഇപ്പോൾ ബാങ്കുകൾ നിങ്ങൾ ചെല്ലുമ്പോഴത്തേനും കിറ്റ് എഴുതി തരത്തില്ല. ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ATM കാർഡും സാധനങ്ങളൊക്കെ തരും. ഇങ്ങനത്തെ കുറേ കിറ്റുകളുണ്ടാവും, FDയുടെ കുറേ റെസിപ്റ്റുകളുണ്ടാവും. ഇങ്ങനെ ബാങ്കിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് കുറേ അതിനകത്തുണ്ടാവും. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് അതിലെല്ലാം സീരിയൽ നമ്പർ ഉണ്ടാവും. ആ സീരിയൽ നമ്പർ ക്രമപ്രകാരം എല്ലാം കൃത്യമായിട്ടുണ്ടോ എന്ന എണ്ണം അതിനകത്ത് രേഖപ്പെടുത്തി ഇപ്പോൾ ഫോർട്ട്നൈറ്റ് വെരിഫിക്കേഷൻ ഞാനും ഒരു 3 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഈ 15 ദിവസത്തിൽ ഞാൻ, അടുത്ത 15 ദിവസത്തിൽ അവൻ, അടുത്ത 15 ദിവസത്തിൽ അവൻ, ഇങ്ങനെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഈ വെരിഫൈ എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം കൃത്യമായി ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ള വെരിഫിക്കേഷനാണ് വരുന്നത്. ഇതേ സമയം ഇവർ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് വെരിഫൈ ചെയ്യുന്നത് ബ്രാഞ്ച് മാനേജറായിരിക്കും. ബ്രാഞ്ച് മാനേജർ ഗോൾഡ് വെരിഫൈ ചെയ്യുന്നെങ്കിൽ പോലും ഇത് തുറക്കണമെങ്കിൽ മാനേജർ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഡോർ തുറക്കാൻ പറ്റില്ല.
ഒന്നുകിൽ ഒരു സ്റ്റാഫോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഹെഡോ ഇവരുടെ കയ്യിലൊരു കീ ഉണ്ടാവും. അപ്പോൾ ഈ മാനേജർ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് തുറക്കാൻ പറ്റില്ല, ഇതൊന്നും തുറന്ന് ഇതിനകത്ത് പരിശോധിക്കാനൊന്നും പറ്റില്ല. ഈ ഡോറുകളെല്ലാം തുറക്കണമെങ്കിൽ 2 പേര് 2 കീ ഇട്ട് തുറക്കണം. ഈ കീ ആരുടെ കയ്യിലായിരിക്കുന്നതെന്ന് ഇവർക്കൊരു രജിസ്റ്റർ ഉണ്ടാവും, കീ മൂവ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ടാവും. ഈ രജിസ്റ്ററിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് പ്രകാരം മാത്രമേ ഇവർക്ക് ബാങ്കിനകത്ത് കയറി ഈ കീ വെച്ച് തുറന്ന്, ഇപ്പോൾ ഓപ്പറേഷൻ മാനേജറുടെ കയ്യിലാണ് കീ ഇരിക്കുന്നെങ്കിൽ ബാങ്ക് മാനേജർ പോയി കുത്തിയെടുത്ത് തുറക്കാൻ പറ്റില്ല. ഓപ്പറേഷൻ മാനേജറുടെ നിന്ന് ഈ കീ ബാങ്ക് മാനേജറിലേക്ക് മാറ്റിയെന്ന് ഇവർ വ്യക്തമായി അതിനകത്ത് എഴുതി സൈൻ ചെയ്യണം. ശേഷം ഇത് CCTV ക്യാമറ ബാങ്കുകളിലുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. CCTV ക്യാമറയിൽ ഇതെല്ലാം വ്യക്തമായി പതിയും. ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവർക്ക് ഇത് തുറന്ന് ഇതിനകത്തുള്ള സ്വർണ്ണം വെരിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബാങ്ക് മാനേജർക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതിനകത്തൊരു സ്റ്റാഫ് അതിൻ്റെ കൂടെ നിന്നിട്ടുണ്ടാവും. പിന്നെ മാനേജർക്ക് എപ്പോഴും സപ്പോർട്ടിങ് ഓപ്പറേഷൻ മാനേജർ എന്ന് പറയുന്ന ഒരാളുണ്ടാവും. നിങ്ങൾ ഫെഡറൽ ബാങ്ക് പോലത്തെ ബാങ്ക് ആണെങ്കിൽ അവിടെ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന ഒരാളുണ്ടാവും. നിങ്ങൾ ആക്സിസ് ബാങ്ക് പോലത്തെ ബാങ്ക് ആണെങ്കിൽ അവിടെ ഓപ്പറേഷൻ ഹെഡ് എന്ന് പറയുന്ന ഒരാളുണ്ടാവും. ഇനി ICICI പോലത്തെ ബാങ്ക് ആണെങ്കിൽ അവിടെ DBM എന്ന് പറയുന്ന ഒരാളുണ്ടാവും. ഇനി HDFC ബാങ്ക് ആണെങ്കിൽ അവിടെ നേരത്തെ PB ഓതറൈസർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഇത്തരത്തിലൊരാളാണ് ഓപ്പറേഷൻ ഫുൾ ഹാൻഡിൽ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ ഓപ്പറേഷനും ക്യാഷും ഫണ്ടും എല്ലാം ഡീലാകുന്നത്. ഇദ്ദേഹവും അറിയാതെ ഈ സാധനങ്ങളൊന്നും അങ്ങനെ മാനേജർക്ക് ചുമ്മാ കൈമാറാനൊന്നും പറ്റില്ല. ബാങ്ക് മാനേജറാണ് ദ പ്രൈം അതോറിറ്റി എങ്കിലും അത് ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ബാങ്കിലെ ഈ ലോക്കും കാര്യങ്ങളും എല്ലാം കടന്നു പോകുന്നത്. ഇനി ഇതിനെല്ലാം അതിജീവിച്ച് ഒരാളുടെ സപ്പോർട്ടോടുകൂടി മാനേജർ അത് തുറന്നെങ്കിൽ പോലും ഈ അലമാരകളെല്ലാം ക്യാമറ ഫോക്കസ്ഡ് ആണ്. ഇതിനകത്തുനിന്ന് എങ്ങനെ ഈ മാനേജർ ഈ സ്വർണം എടുത്താൽ എങ്ങനെ അദ്ദേഹം അത് ആ ബാങ്കിന് പുറത്തു കൊണ്ടുവരും? അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് തുടരുന്നുണ്ട്. പിന്നെ ഈ ബാങ്കുകളിൽ 50 പവന് മേളിൽ വെച്ചവരെ മാത്രമാണ് ഈ മാനേജർ ആ അക്കൗണ്ടുകൾ മാത്രമാണ് ഫോക്കസ് ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ട്. ബാങ്കുകളിൽ പ്രധാനമായും 2 തരത്തിലുള്ള ആൾക്കാരാണ് കൊണ്ട് ഗോൾഡ് ലോൺ വെക്കുന്നത്. ഒന്നാമത്തത് നിങ്ങളെയും എന്നെ പോലെയുള്ള സാധാരണക്കാരൻ, നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പണയം വെക്കും. രണ്ടാമത് ഈ കച്ചവടക്കാരൊക്കെ വെക്കും, അവരെ നമ്മളുടെ ഗണത്തിൽ തന്നെ വിടാം, അവരുടെ കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാർ അവരുടെ ഫണ്ടിന് വേണ്ടിയിട്ട് വെക്കുന്നത്. ഈ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കുട്ടി സ്വർണ്ണപ്പണയ കമ്പനികളുണ്ടാവും, നിങ്ങളുടെ വീടിനടുത്തോ സ്ഥാപനത്തിനടുത്തോ ഒക്കെ ഉണ്ടാവും. ഈ സ്ഥാപനങ്ങൾ നിങ്ങളിൽ നിന്നൊരു 20-25% അല്ലെങ്കിൽ 19%, 15% ആയിരിക്കും നിങ്ങളുടെ ഇത് എടുക്കുന്നത്. ഇതവരെടുത്തതിന് ശേഷം ഇവരിത് റീപ്ലഡ്ജർ എന്ന് പറയുന്ന സാധനത്തിലൂടെ ഇവരിത് ബാങ്കിൽ കൊണ്ടുവെക്കും. അപ്പോൾ ഇവർ 15% അല്ലെങ്കിൽ 18% നിങ്ങളിൽ നിന്ന് മേടിച്ചിട്ട് 8%, 9% ബാങ്കിൽ കൊണ്ടുവെക്കുന്നത്. ഈ ഗ്യാപ്പാണ് ഈ പണയ കമ്പനികളുടെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ആയിരിക്കും, അവരാണല്ലോ ഇത്ര വലിയ ഫണ്ട് അവരാണല്ലോ ഇത്ര വലിയ രീതിയിലുള്ള ഗോൾഡ് വെക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇതിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടാകുക, മോഷണമാണ് നടന്നതെങ്കിൽ. പിന്നെ അതിനകത്ത് പറയപ്പെടുന്നു ഇതുവരെ ആരും പരാതിപ്പെട്ടിട്ടില്ല എന്ന്. 26 പവൻ സ്വർണം പോയിട്ട് ആരും പരാതിപ്പെട്ടിട്ടില്ല. ആ ബാങ്കിൽ നിന്ന് പോയി എന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് പോലും ആരും പരാതിപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ ഗോൾഡ് വെക്കുന്ന പ്രോസസ്സും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ സിമ്പിളല്ല. നിങ്ങൾ ബാങ്കിൽ പണയം വെച്ചിട്ടുള്ളവർ അറിഞ്ഞിട്ടുണ്ടാകും, അവർ പരിശോധിക്കും. അതിനുശേഷം അവരുടെ ഒരു അപ്രൈസർ വന്ന് പരിശോധിക്കും. പിന്നെ ഇത് ഓരോ 15 ദിവസത്തിലും വന്ന് അവർ ചെക്ക് ചെയ്യും, സ്വർണത്തിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യും. ഇപ്പം ഇത്രയും വെട്ടിച്ച് 3 വർഷത്തോളം മാനേജറായിട്ടിരുന്ന ഒരാൾ ഇത് ഒറ്റയ്ക്ക് വെട്ടിച്ചിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ മുകളിലുള്ളവർക്കോ താഴെയുള്ളവർക്കോ എല്ലാം തീർച്ചയായിട്ടും ഈ വിവരത്തെക്കുറിച്ച് അറിയായിരിക്കും. ഒരു ബാങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സാധനവും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ബാങ്ക് കൊള്ളയടിക്കുന്ന ഒരുപാട് സിനിമകൾ കണ്ടിട്ട് നമ്മൾ ഇത് കേൾക്കുന്ന പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഒരു സാധനം നടക്കില്ല. ബാങ്കിൽ ഒരു സാധനം കൊള്ളയടിക്കണമെങ്കിൽ പണ്ട് നടക്കുമായിരിക്കും. ഇപ്പം അതുപോലത്തെ സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ്, അതുപോലത്തെ ലോക്കിംഗ് സിസ്റ്റംസ് ആണ്, അതുപോലത്തെ സെൻസേഴ്സ് ആണ്, അതേപോലത്തെ ക്യാമറ ബാങ്കിലോട്ടുണ്ടാവും, ഇതേ ഔട്ട് ഹെഡ് ഓഫീസിലുണ്ടാവും. അപ്പോൾ അതെവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവും, അതുപോലത്തെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു തെറ്റായ ധാരണകളാണ്. ഇതെങ്ങനെ ഈ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ ഇത് പോയി എന്നുള്ളത് ആ വാർത്തയെ പറഞ്ഞ പോലെ ഇത് കേട്ടപ്പോൾ എനിക്കൊരു അത്ഭുതമാണ്. ഇത്രയും പ്രോസസ്സും ഇത്രയും കാര്യങ്ങളെല്ലാം താണ്ടി എങ്ങനെ അത് അടിച്ചു മാറ്റി എന്നുള്ളത്. പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. ഈ സ്വർണ്ണം എവിടെ പോയെന്നറിയില്ല. ഇതിൽ നിന്ന് ആരും പരാതിപ്പെടാൻ വരാത്തതൊരു വലിയ അത്ഭുതമായി എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്തു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് പറഞ്ഞു തരാൻ ഒരു പക്ഷേ എനിക്ക് സാധിച്ചേക്കും. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മളുടെ ചാനലിനായി കാത്തിരിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.